ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവർ 18 പേരാണ്. ധാരാളം ആളുകൾ ഇപ്പോഴും പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. പ്രയാഗ്രാജിലേക്ക് പോകാൻ യാത്രക്കാർ കൂട്ടത്തോടെ എത്തിയതാണ് ഈ ഒരു അപകടത്തിനുള്ള കാരണം. സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തിരക്ക് നിയന്ത്രിക്കുവാനുള്ള നടപടികൾ എന്തുകൊണ്ട് എടുത്തില്ല? ഇത്രയേറെ തിരക്കുണ്ടാകുമ്പോൾ അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരുന്നില്ലേ? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു അപകടം വരുത്തിവെച്ചതാണ് എന്നുള്ള കാര്യത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. കാരണം 1000-ലധികം ടിക്കറ്റുകൾ വിറ്റുപോകുമ്പോൾ സ്വാഭാവികമായും ഇത്ര ട്രെയിൻ വരുമ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പായി ഈ തിരക്ക് നിയന്ത്രിക്കുവാൻ ചെയ്യേണ്ട നടപടികളിൽ പാളിച്ച ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ സംഭവത്തിൽ അന്വേഷണം നടക്കുമ്പോൾ എന്തൊക്കെ വീഴ്ചകൾ വന്നിരുന്നു, എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതൊക്കെ ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം 18 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. പ്രയാഗ്രാജിലേക്ക് പ്രത്യേക സർവീസുകൾ ഉണ്ട് എന്ന വാദം മുന്നോട്ട് വെക്കുമ്പോഴും അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത്. സ്വാഭാവികമായും ട്രെയിനുകൾ വൈകി ഓടുമ്പോൾ ആളുകൾ അക്ഷമരാകും, തിക്കും തിരക്കും ഉണ്ടാകും. ഇത് മുൻകൂട്ടി റെയിൽവേ അധികൃതർ കാണേണ്ടിയിരുന്നു. അതുണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഈ ന്യൂഡൽഹിയുടെ റെയിൽവേ സ്റ്റേഷനിലെ ഈ അപകടം നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത്. നമുക്ക് അർജുനിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അർജുൻ, ഈ സ്പെഷ്യൽ സർവീസുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അതില്ല എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യം തന്നെയല്ലേ ഈ ഒരു അപകടത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്? കാരണം പ്രയാഗ്രാജ് വഴി പോകുന്ന 2 ട്രെയിനുകളായിരുന്നു വൈകി ഓടിയിരുന്നത്. അതുകൂടാതെയാണ് സ്പെഷ്യൽ ട്രെയിൻ വരേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ട്രെയിൻ 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ തിക്കും തിരക്കുമുണ്ടായി. എങ്ങനെയെങ്കിലും അതിൽ കയറിപ്പറ്റാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിന്റെ ഫലം തന്നെയല്ലേ ഈ ഒരു വലിയ അപകടവും? ജയലക്ഷ്മി, ആകെ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതായത് 2 പ്രത്യേക ട്രെയിനുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിന് പുറമെയാണ് മറ്റ് 2 ട്രെയിനുകൾ വൈകി ഓടിയിരുന്നത്. ഇതെല്ലാം ഈ പ്രയാഗ്രാജ് റൂട്ട് വഴിയുള്ളതാണ്. ഒന്ന് ഞാൻ പറഞ്ഞു സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്, രണ്ടാമത്തേത് ഒറീസയുടെ തലസ്ഥാനമായിട്ടുള്ള ഭുവനേശ്വർ ഡൽഹി എക്സ്പ്രസ് ആണ്. ഈ 2 ട്രെയിനുകൾ ഇത് രണ്ടും പോകുന്നത് ഈ പ്രയാഗ്രാജ് വഴിയാണ്. കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ്, അതല്ലെങ്കിൽ പഴയ അലഹാബാദ് വഴിയാണ് ഈ 2 ട്രെയിനുകളും പോകുന്നത്. ആ ട്രെയിനുകളിൽ ജനറൽ ടിക്കറ്റുകളുണ്ട്. പ്രയാഗ്രാജിൽ ഇറങ്ങാൻ വേണ്ടി ഒരുപാട് പേർ ആ ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനുകളിൽ കയറാൻ വേണ്ടിയിട്ട് ജനറൽ ടിക്കറ്റ് എടുത്തവരുണ്ടായിരുന്നു. അതിന് പുറമെ 2 സ്പെഷ്യൽ ട്രെയിനുകൾ. ആ 2 സ്പെഷ്യൽ ട്രെയിനുകളിൽ ഒരെണ്ണം പ്രയാഗ്രാജ് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനാണ്. ഈ പറയുന്ന മറ്റ് 2 ട്രെയിനുകൾ വരാൻ നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുകയും അത് 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് 16-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ട ട്രെയിൻ 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് 2 ട്രെയിനുകളിൽ കയറുന്ന ആളുകൾ, അതായത് ഈ പറയുന്ന സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്സിലേക്കും ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ്സിലേക്കും കയറേണ്ട ആളുകളും ഈ പ്രയാഗ്രാജ് എക്സ്പ്രസ് ലക്ഷ്യമാക്കി നീങ്ങി 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ ആളുകളും എല്ലാവരും ഒന്നിച്ചൊത്തുകൂടുന്നു ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക്. 12, 13, 14, 15, 16 പ്ലാറ്റ്ഫോമുകളിലെ ആളുകളാണ്, 5 പ്ലാറ്റ്ഫോമുകളിലെ ആളുകളാണ് ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. ഞാൻ കുറച്ചുകൂടി പുറകേക്ക് നടന്നു, ആ ഗോവണിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഗോവണി കണ്ടോ? ഈ ഗോവണി വഴിയൊക്കെ ഒരുപാട് ആളുകൾ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇറങ്ങി ഓടി വന്നിരുന്നു. ഇവിടെയെല്ലാം പലരും കാൽ തട്ടി തെറ്റി തടഞ്ഞ് താഴേക്ക് ഉരുണ്ട് വീണിട്ടുണ്ട്. ഈ ഉരുണ്ട് വീണവരുടെ മുകളിൽ കൂടി മറ്റാളുകൾ ചവിട്ടി ഇറങ്ങി വന്നു. അത് പലരെയും ബോധരഹിത അവസ്ഥയിലേക്ക് എത്തിച്ചു, ശ്വാസതടസ്സമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചു. ഇതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യവുമാണ്. പക്ഷേ ഇതൊന്നും ചെറുക്കാനായിട്ട് ഇവിടെ റെയിൽവേ പോലീസ് ഉണ്ടായിരുന്നില്ല, റെയിൽവേയുടെ അധികൃതർ ഉണ്ടായിരുന്നില്ല. അവരുടെ ഭാഗത്ത് വളരെ വലിയ അനാസ്ഥ ഉണ്ടായിരിക്കുന്നു. 5 പ്ലാറ്റ്ഫോമുകളിലെ ജനങ്ങൾ തിക്കും തിരക്കും പ്ലാറ്റ്ഫോമിലേക്ക് 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു. പക്ഷേ ആ തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ മതിയായ റെയിൽവേ പോലീസ് ഒരുപക്ഷെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ദൃക്സാക്ഷികളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന കാര്യം. അങ്ങനെ വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഇത് അക്കൂട്ടത്തിൽ ഒരു ഗോവണി മാത്രമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ മുന്നിലേക്ക് എസ്കലേറ്റേഴ്സ് ഉണ്ട്, മറ്റു ഗോവണികളുണ്ട്. അതെല്ലാം തന്നെ ആളുകൾ നടന്നു വന്നിരുന്നു. ഈ ട്രാക്ക് മുറിച്ചു കിടന്ന ആളുകൾ ഈ 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരുന്നു. ഇവരെല്ലാവരും ട്രെയിനിലേക്ക് കയറാൻ ശ്രമം നടത്തുന്നു. അത് ആളുകൾ വീഴാനും അതിൻ്റെ മുകളിലേക്ക് ആളുകൾ ചവിട്ടി കയറാനുമുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി. ഇതുവഴി ഇറങ്ങി വന്നവർ പലരും ഉരുണ്ട് വീണു. അവരുടെ മുകളിലേക്ക് മറ്റുള്ളവർ ചവിട്ടിക്കയറി. അതെല്ലാം വലിയൊരു ദുരന്തത്തിലേക്ക്. 15 പേർ മരിച്ചു എന്നുള്ളതാണ് ലഭിച്ച വിവരം. ആ 15 പേരും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരിച്ചിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. മറ്റു 3 പേരാണ് ചികിത്സയിലിരിക്കെ മരിക്കുന്നതും. അങ്ങനെ ആകെ 18 പേരുടെ മരണം സംഭവിച്ചു. അത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടായതിനു ശേഷം ആ തിരക്ക് നിയന്ത്രിക്കാൻ വേറെ 4 പ്രത്യേക ട്രെയിൻ കൂടി പ്രയാഗ്രാജിലേക്ക് അനുവദിക്കുന്നു. അതിലുണ്ടായിരുന്ന
അതിലേക്ക് കയറേണ്ടിയിരുന്ന യാത്രക്കാരെ സഹായിക്കാൻ വേണ്ടി, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വലിയൊരു സന്നാഹം റെയിൽവേ പോലീസും അഗ്നിശമന സേനയും NDRFും പോലീസും ഡൽഹി പോലീസും എത്തി ഇവരെല്ലാം ട്രെയിനിലേക്ക് കയറാൻ സഹായിക്കുന്നു. ഈ ടിക്കറ്റുകളെല്ലാം തന്നെ നോക്കി മാത്രം പരിശോധിച്ച ശേഷം മാത്രം ആളുകളെ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കയറ്റുന്നു. അതായത് ഈ അപകടം ഉണ്ടായതിനു ശേഷം എന്താണോ പോലീസ് ചെയ്തത് അത് ഒരു മണിക്കൂർ മുൻപ് ചെയ്തിരുന്നെങ്കിൽ ഈ 18 പേരുടെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അർജുൻ, ഈ ആളുകൾ കൂട്ടത്തോടെ എത്തുമ്പോൾ നമുക്കറിയാം തിക്കും തിരക്കും ട്രെയിൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർ വളരെ പെട്ടെന്നാകും ഓടിക്കൂടുക. അപ്പോൾ ഈ ഒരു സമയത്ത് അധികൃതരുടെ ഭാഗത്തെ വീഴ്ച വ്യക്തമാണ്. പക്ഷേ അർജുൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ അതിനുശേഷം ചെയ്ത കാര്യം നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ടിക്കറ്റുകൾ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു, അല്ലേ അർജുൻ? ഒഴിവാക്കാമായിരുന്നു. 1500 ജനറൽ ടിക്കറ്റ് മാത്രമാണ്. അത് അധികാരികളുടെ അറിവോട് തന്നെ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. ഇത്രത്തോളം തിരക്ക് സാധാരണഗതിയിൽ കാണാത്ത രീതിയിലുള്ള അത്രത്തോളം ജനത്തിരക്ക് കഴിഞ്ഞ ഒരു രാത്രിയിൽ, അതും ഒരു ഞൊടിയിടയിൽ 2-3 മണിക്കൂറുകളുടെ ഇടയിൽ വന്ന ഞൊടിയിട കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ അടിഞ്ഞുകൂടി. അത്രയും ആളുകൾ പുറത്തുണ്ടായിരുന്നു. അവരെല്ലാവരും ഒന്നടങ്കം ഉള്ളിലേക്ക് കയറുകയായിരുന്നു. ഒപ്പം തന്നെ ഇവിടെ ചുറ്റും തിരക്കും ഉണ്ടായി എന്നുള്ള വാർത്ത വലിയ രീതിയിൽ പ്രചരിച്ച് മറ്റ് പ്ലാറ്റ്ഫോമിലുള്ള ആളുകളെ കൂടി വെപ്രാളപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രശ്നമാണ്, വലിയൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ആളുകൾ ഇതിലേക്ക് ഈ കാര്യങ്ങൾ അത്രത്തോളം അറിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതായത് വലിയ റെയിൽവേ സ്റ്റേഷൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്ലാറ്റ്ഫോമുകളിലാണ്. അപ്പുറം 16, ഏറ്റവും അവസാനത്തേത് ഇത് 15, ഇവിടെയുള്ളത് 14. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു സെക്ഷനാണ്. 12ഉം 11ഉം 10ഉം കഴിഞ്ഞ് അങ്ങനെ ഒരു സെക്ഷൻ തന്നെയാണ്. മറ്റൊരറ്റത്തേക്ക് ഒരുപാട് നടന്നു പോകണം. അവിടെയുള്ള ആളുകൾ ഒന്നും തന്നെ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പലരും അറിഞ്ഞിട്ടില്ല. പക്ഷേ തൊട്ടടുത്തുള്ള ഏകദേശം 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ളവർ ഇവിടെ ഉണ്ടായ ആ തിക്കും തിരക്കും മരണങ്ങളെല്ലാം തന്നെ കേട്ട് ഒരു സ്റ്റാമ്പീഡ് സിറ്റുവേഷൻ എന്നുള്ള കാര്യം കേട്ട് വെപ്രാളപ്പെട്ടിരുന്നു. അതൊന്നും കൃത്യമായി കൈകാര്യം ചെയ്യാൻ പക്ഷേ ഈ പറയുന്ന റെയിൽവേക്കോ റെയിൽവേ പോലീസിനോ മറ്റധികാരികൾക്കോ കഴിയില്ല. അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നിലവിൽ രാജ്യ തലസ്ഥാനത്ത് ഇത്രത്തോളം അധികാരികൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത്, ഭരണസിലാ കേന്ദ്രങ്ങൾ കാവൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് 18 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. 50ഓളം പേർ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. ശരി അർജുൻ, എന്തായാലും രാജ്യ തലസ്ഥാനത്തുണ്ടായത് നടുക്കുന്ന ഒരു ദുരന്തം തന്നെയാണ്. കാരണം 18 മരണമാണ് ഈ ഒരു ദുരന്തത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ധാരാളം ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത്രയധികം തിരക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് നിയന്ത്രണ വിധേയമാക്കുവാനുള്ള നീക്കുപോക്കുകൾ അധികൃതർ ചെയ്യേണ്ടിയിരുന്നു. എന്തായാലും വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.